ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കുപ്പിവളകൾ കയ്യിലണിയുന്നത്. ഇന്ന് ഞങ്ങൾ ഫീൽഡിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് പഞ്ചാരത്തോട്ടത്തിൽ കയറി കുറേ പഞ്ചാര പഴങ്ങൾ പറിച്ചു കഴിച്ചു. ഈയിടെയായിട്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ വരാറുണ്ട്. അവിടുന്ന് വരുന്ന വഴിക്കാണ് കുപ്പിവള വിൽപ്പനക്കാരനെ കണ്ടത്. ദിൽനയ്ക്ക് കുപ്പിവള വാങ്ങാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അവൾ ഇതുവരെ അതൊന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഇട്ടു നോക്കാൻ ഒരുപാട് ഇഷ്ടമാണെങ്കിലും ഞാൻ അങ്ങനെ വളകളൊന്നും വാങ്ങാറില്ല. ഇവിടെ ഛത്തീസ്ഗഡിൽ എല്ലാ സ്ത്രീകളും കൈ നിറയെ വളകൾ ധരിക്കും, പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകൾ. അവരുടെ ഐഡന്റിറ്റിയാണ് പല വർണ്ണത്തിലുള്ള ഈ കുപ്പിവളകൾ. ഒരുപാട് വളകളിട്ട് ഞാൻ ഭംഗി നോക്കി. അവസാനം എന്നത്തെയും പോലെ ഞാൻ ഒന്നും വാങ്ങിയില്ല. എന്നാൽ എപ്പോഴത്തെയും പോലെ ദിലിന് 1-2 സെറ്റ് കുപ്പിവളകൾ വാങ്ങി. ഈ കുപ്പിവള വെച്ചിരിക്കുന്ന ഉന്തുവണ്ടി ബൈക്കുമായി കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് നേരെ പോയത് ഞങ്ങൾ സ്ഥിരമായി പോവാറുള്ള കരിമ്പ് ജ്യൂസ് കടയിലേക്കാണ്. ഒരു കൗതുകത്തിന് ദിൽനയാണ് ഇപ്രാവശ്യം കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കിയത്. തിരിച്ചു പോകുന്ന വഴി നിറയെ നിറഞ്ഞു നിൽക്കുന്ന മാവ് കണ്ണിൽപ്പെട്ടതും വേഗം അവിടെ ഇറങ്ങി. ഒരുപാട് മാങ്ങ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. അതിൽ നല്ലത് നോക്കിയെടുത്തു. ഇവിടെ അടുത്തൊന്നും കുട്ടികളില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ മാങ്ങയുണ്ടായിട്ട് അതിന്റെ ചുവട്ടിൽ ആരും വരാതിരിക്കോ? ഞങ്ങൾ രാവിലെ ഇറങ്ങിയാൽ പിന്നെ രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തൂ. അതുവരെ ഇങ്ങനെ ഓരോന്ന് പറിച്ചു കഴിക്കും. മാങ്ങ പെറുക്കി ക്ഷീണിച്ചതും ഞങ്ങളുടെ സ്ഥിരം തട്ടകമായ പാനിപൂരി ഷോപ്പിലേക്കാണ് പോയത്. ഇത്രയും ടേസ്റ്റുള്ള പാനിപൂരിയും ദഹിപൂരിയും ഞാൻ വേറെ എവിടുന്നും കഴിച്ചിട്ടില്ല. ഇവിടുന്ന് പോയാൽ പിന്നെ ഇതെങ്ങനെ കഴിക്കുമെന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം.